സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബസ് ഉടമകൾ. പണിമുടക്കിൽ വലഞ്ഞു ജനം. ജില്ലയിലെ കടൽത്തീരത്ത് ഡോൾഫിനുകൾ ചത്തുപൊങ്ങിയത് കൊച്ചി കപ്പലപകടത്തെ തുടർന്നുള്ള രാസമാലിന്യങ്ങൾ മൂലമാണെന്ന് സംശയിച്ച് വനം വകുപ്പ്. ചാലക്കുടി DFO സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് ഡയറക്ടർക്ക് കത്തയച്ചു. ഗുരുവായൂർ നഗരസഭ ആയുർവേദ ആശുപത്രിയിൽ മതിയായ ജീവനക്കാരില്ല. രോഗികളുടെ ചികിത്സ മുടങ്ങുന്നതായി പരാതി. കൊടകര കടമ്പോട് മേഖലയിൽ മിന്നൽ ചുഴലി. വീടിന്റെ ട്രസ് തകർന്നു. ഗൃഹനാഥൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ അഴീക്കോട് വ്യാപക മോഷണം. ഷോപ്പിംഗ് കോംപ്ലക്സിലെയും വീടുകളിലെയും പമ്പിംഗ് മോട്ടോറുകൾ കവർന്നു. കെട്ടിടത്തിലെ CCTV ക്യാമറകൾ മോഷ്ടാക്കൾ അഴിച്ചുകൊണ്ടുപോയി. വാർത്തകളിലേക്ക് വിശദമായി. ബസ്സുടമ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നായിരുന്നു സർക്കാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പലകുറി അങ്ങനെ ചർച്ചകളും യോഗങ്ങളും ഒക്കെ നടന്നു. എന്നാൽ ഇതുവരെയും അവരുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് സംസ്ഥാനത്ത് സംയുക്ത യൂണിയന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തുന്നത്. അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ ലഭ്യമാക്കി വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുക, ദീർഘകാലമായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി യഥാസമയം പുതുക്കി നൽകുക, ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക, ചെല്ലാൻ വഴി അമിത പിഴ ചുമത്തുന്നതും GPS സ്പീഡ് ഗവർണർ ക്യാമറകൾ എന്നിവ അടിച്ചേൽപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചത്. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു സമരമായി ഇതിനെ കാണേണ്ടതില്ല. ഇത് കാലങ്ങളായി ₹1 നിരക്കിൽ ഏതാണ്ട് 12 വർഷത്തോളമായി കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ചാർജ് വർധന പ്രാബല്യത്തിൽ വന്നിട്ട്. അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം. കേരളത്തിലെ സ്വകാര്യ ബസ്സിലെ തൊഴിലാളികൾക്ക് മാത്രമാണ് ഇന്ന് പോലീസ് ക്ലിയറൻസ് നടപ്പാക്കിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അന്യ സംസ്ഥാന തൊഴിലാളികളില്ലാത്ത ഒരു വലിയ മേഖലയാണ് ഇന്ന് കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല. ആ മേഖലയെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ മേഖലയിലെ സ്വദേശീയരായ തൊഴിലാളികൾക്ക് PCC നിർബന്ധമാക്കിയിട്ടുള്ളത്. സർവീസ് നിർത്തിവെക്കുന്ന ഒരു സമരം ആഹ്വാനം ചെയ്തിട്ട് ജനാധിപത്യ ബോധമുള്ള ഒരു മന്ത്രി ആ ഒരു ചർച്ച വിളിക്കുകയോ അതിലൊന്ന് സംസാരിക്കാൻ തയ്യാറാവുകയോ ഉണ്ടായിട്ടില്ല. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ പൊതുഗതാഗത സംവിധാനം ഏറെക്കുറെ നിശ്ചലമായി. എന്നാൽ തൃശൂർ കാഞ്ഞാണി റൂട്ടിൽ കിരൺ മോട്ടോഴ്സ് സർവീസ് നടത്തി. ഇതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമിതി തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ബസ് തടഞ്ഞ് രംഗത്തെത്തി. അദ്ദേഹം ഒരു സംഘടനയിലില്ല. അദ്ദേഹം ഞാൻ ബസ് ഓടിക്കും, വേറെ ഒന്നുമില്ല, ഞാൻ ബസ് ഓടിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ശക്തൻ സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച് ആ ബസ് തടഞ്ഞത്. കേരളത്തിൽ ഒരൊറ്റ ബസ്സുകൾ ഇന്നിപ്പോൾ നിരത്തിലിറങ്ങിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി സംഘടനകൾ മുന്നോട്ട് പോകും. മുൻകൂട്ടി പ്രഖ്യാപിച്ച പണിമുടക്കായതിനാൽ തന്നെ ഭൂരിഭാഗം യാത്രക്കാരും സ്വകാര്യ വാഹനങ്ങളെയും സമാന്തര സർവീസുകളെയും ആശ്രയിച്ചു. KSRTC തൃശൂരിൽ നിന്നും ആവശ്യാനുസരണം വിവിധ ഭാഗങ്ങളിലേക്ക് അധിക സർവീസും നടത്തി. ഇത് ദീർഘദൂര യാത്രക്കാർക്കടക്കം സഹായകരമായി. റെയിൽവേ സ്റ്റേഷനിലും സാധാരണയിൽ കവിഞ്ഞ തിരക്ക് അനുഭവപ്പെട്ടില്ല. തങ്ങളുടെ ന്യായമായ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 22-ാം തീയതി പ്രഖ്യാപിച്ചിട്ടുള്ള അനിശ്ചിതകാല സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന നിലപാടിലാണ് ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി. സൂചനാ പണിമുടക്കിന് പുറമെ ബുധനാഴ്ച നടക്കുന്ന ദേശീയ പണിമുടക്കിലും സംയുക്ത സമിതി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ തുടർച്ചയായ 2 ദിവസം സംസ്ഥാനത്തെ സ്വകാര്യ ബസ് സർവീസ് നിശ്ചലമാകും. ക്യാമറമാൻ കൃഷ്ണകുമാർ K മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ദേശീയ പണിമുടക്ക് ഇന്ന് രാത്രി 12 മുതൽ 24 മണിക്കൂർ പണിമുടക്ക് നാളെ രാത്രി 12 വരെ നീളും. കേന്ദ്ര സംസ്ഥാന സർക്കാർ, പൊതുമേഖല, ബാങ്കിംഗ് ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ബസ്സുകൾ സർവീസ് നടത്തില്ല. ഓട്ടോ ടാക്സി സർവീസുകളും തടസ്സപ്പെടും. ഗതാഗത സൗകര്യമില്ലാത്തതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലാകും. ജില്ലയിലെ കടൽത്തീരത്ത് 2 ഡോൾഫിനുകൾ ചത്തുപൊങ്ങിയത് കൊച്ചി കപ്പലപകടത്തെ തുടർന്നുള്ള രാസമാലിന്യങ്ങൾ മൂലമാണെന്ന് സംശയിക്കുന്നതായി വനം വകുപ്പ്. ഈ സംശയം ഉന്നയിച്ച് ചാലക്കുടി DFO സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് ഡയറക്ടർക്ക് കത്തയച്ചു. ജൂൺ 26-നാണ് ആദ്യത്തെ ഡോൾഫിന്റെ ജഡം കടൽത്തീരത്ത് പൊങ്ങിയത്. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ജൂൺ 27-നാണ് അതേ സ്ഥലത്ത് രണ്ടാമത്തെ ഡോൾഫിന്റെ ജഡവും പൊങ്ങിയത്. അഴുകിയതിനാൽ സാമ്പിൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല.
ഈ രണ്ട് സംഭവങ്ങൾക്കും കൊച്ചി കപ്പൽ അപകടവുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നതാണ് DFOയുടെ കത്തിൽ പറയുന്നത്. ഈ മാസം 1-നാണ് കത്തയച്ചത്. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മെയ് 25-നാണ് 643 കണ്ടെയ്നറുകളുമായി എൽസ 3 എന്ന കപ്പൽ മുങ്ങിയത്. ഗുരുവായൂർ നഗരസഭ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ ചികിത്സ മുടങ്ങുന്നതായി പരാതി. ഇതുമൂലം രോഗികൾ ദുരിതക്കിടക്കയിലാണ്. കിടപ്പ് രോഗികൾക്ക് ചികിത്സ മുടങ്ങുന്നുവെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് KP ഉദയന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരായ KPA റഷീദ്, VK സുജിത്ത്, CS സൂരജ് എന്നിവർ ആശുപത്രി സന്ദർശിച്ചു. ജീവനക്കാരില്ലാത്തതിനാൽ 10 ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്ത രോഗിക്ക് 1 മാസത്തിലധികം കിടക്കേണ്ടി വന്നതായി ഇവർ പറഞ്ഞു. ഈ ആയുർവേദ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല, ആവശ്യത്തിന് ഉഴിച്ചിലുകാരില്ല. ഒരു 10 ദിവസം ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ അഡ്മിറ്റായ പേഷ്യന്റ് 1 മാസമായിട്ടും അവരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അതിന് കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ചികിത്സ ലഭിക്കാത്തതിന്റെ പോരായ്മകളാണ് അവരവിടെ അനുഭവമായി പറയുന്നത്. ഇത് സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറിക്കും DMOയ്ക്കും പരാതി നൽകും. ആശുപത്രിയിൽ ഒരു പുരുഷ തെറാപ്പിസ്റ്റ് മാത്രമാണ് ഉള്ളത്. ഇയാൾ അവധിയെടുക്കുമ്പോൾ നഴ്സിംഗ് അസിസ്റ്റന്റാണ് തെറാപ്പി നൽകേണ്ടത്. എന്നാൽ 2 നഴ്സിംഗ് അസിസ്റ്റന്റും സ്ത്രീകളാണ്. അതുകൊണ്ടാണ് പുരുഷ രോഗികളുടെ തെറാപ്പി മുടങ്ങുന്നതെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ ഉമാ കെ ശങ്കർ പറഞ്ഞു. സ്ഥാപനത്തില് കൂടി ഒരു മെയിൽ തെറാപ്പിസ്റ്റ് നാഷണൽ മിഷനാണ് അനുവദിച്ചിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റിന് തെറാപ്പിസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ പേഷ്യൻസിനുള്ള കിടപ്പ് രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല, തെറാപ്പി ചെയ്യാനായിട്ട് സാധ്യമല്ല. ഒരു ദിവസം അവർക്ക് ലീവ് വരുമ്പോൾ, അവർക്ക് ലീവ് അർഹതപ്പെട്ടതാണ്, ലീവ് വരുമ്പോൾ ആ ഒരു ദിവസം ട്രീറ്റ്മെന്റ് മുടങ്ങാറുണ്ട്. നഴ്സിംഗ് അസിസ്റ്റന്റ് മെയിലില്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് ട്രീറ്റ്മെന്റ് മുടങ്ങിപ്പോകുന്നത്. രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. മാവിൻ ചുവടുള്ള കെട്ടിടം പൊളിച്ചു പണിയുന്നതിനാൽ 10 മാസത്തോളമായി കിഴക്കേനടയിലെ അമ്പാടി ടൂറിസ്റ്റ് ഹോം കെട്ടിടത്തിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം. ബലക്ഷയം നേരിടുന്നതിനാൽ നഗരസഭ പൊളിക്കാൻ തീരുമാനിച്ച കെട്ടിടമാണിത്. വിള്ളൽ വീണ് അപകടാവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടത്തിലേക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മാറ്റിയതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. TCV ഗുരുവായൂർ. ശക്തമായ ചുഴലിക്കാറ്റിൽ കൊടകര കടമ്പോട് പ്രദേശത്ത് വീടിന്റെ ട്രസ് തകർന്നു. ഗൃഹനാഥൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കടമ്പോട് ആനന്ദ കലാസമിതി വായനശാലയ്ക്ക് സമീപമുള്ള നിരപ്പേൽ പുത്തൻപുരയ്ക്കൽ പിയൂസ് സിറീക്കിന്റെ വീടിനാണ് നാശമുണ്ടായത്. അതിശക്തമായ മഴയും കാറ്റും വന്നപ്പം വലിയ ഭീകരമായ സൗണ്ടോടുകൂടി ട്രസ് വർക്ക് താഴത്തേക്ക് ഒടിഞ്ഞു വീഴുന്നതാണ് കണ്ടത്. ഞാൻ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്, ഓടി രക്ഷപ്പെടുകയായിരുന്നു. വൻ ശബ്ദത്തോടെ ആഞ്ഞുവീശിയ കാറ്റിൽ 2500ഓളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതി വരുന്ന ട്രസ് തൂണുകൾ മറിഞ്ഞ് വീടിന് പുറകുവശത്തേക്ക് ചെരിഞ്ഞു വീഴുകയായിരുന്നു. ഈ സമയം വീടിന് തൊട്ടടുത്തു നിന്ന് ജാതിക്ക പെറുക്കുകയായിരുന്ന ഗൃഹനാഥൻ പിയൂസ് ഓടി രക്ഷപ്പെട്ടു. വീടിന് ഭാഗികമായി കേടുപറ്റി. 4 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി പിയൂസ് സിറിയക് പറഞ്ഞു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണു. വാർഡിന്റെ വരാന്തയിലെ PVC ഷീറ്റിൽ തീർത്ത സീലിംഗാണ് തകർന്നു വീണത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഇലക്ട്രിക്കൽ പണികൾ പൂർത്തിയാക്കാത്തത് മൂലം ഇതുവരെ വാർഡ് തുറന്നുകൊടുത്തിട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ ഇലക്ട്രിക്കൽ പണികൾ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി സീലിംഗ് അഴിച്ച് വയറിംഗ് ജോലികൾ ചെയ്ത് പരിശോധിച്ചിരുന്നു. ഇതിനുശേഷം സീലിംഗ് ഉറപ്പിക്കാത്തതാണ് തകർന്നു വീഴാൻ കാരണമെന്ന് പറയുന്നു. ഇത് വയറിങ്ങിന് വേണ്ടി അവര് ഈ ഷീറ്റൊക്കെ പൊളിച്ചപ്പോൾ അറിഞ്ഞിരുന്നിരുന്ന് വീണതല്ല, വേറെ ബേസിക് കംപ്ലൈൻറ്റ് ഉള്ളതല്ലേ. ഇത് ICUവിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ റിസർവിന് വേണ്ടി വന്നാൽ അങ്ങനെ എനിക്കപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ റിസർവ് വേണ്ടി വന്നാൽ എനിക്ക് മാറ്റി വെച്ചാൽ കേട്ടതാണ്. ഇതേ പണി ഇപ്പോൾ ഒരു വിളിച്ചിട്ടുണ്ട്. ഇന്നലെ അവർ വന്ന് ആ പണി ചെയ്തതിൻ്റെ മായി അവർ പണി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ഷീറ്റിൽ പോയിട്ടുണ്ടാകും. കാലപ്പഴക്കം കൊണ്ട് പോയി നല്ല കണ്ടറിയാം. KK രാമചന്ദ്രൻ MLAയുടെ ആസ്തി വികസന ഫണ്ടും കിഫ്ബി ഫണ്ടും ചേർത്ത് 1.25 കോടി രൂപയിലാണ് ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചത്. തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഐസൊലേഷൻ വാർഡ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചത്. TCV ന്യൂസ്, പുതുക്കാട്. കൊടുങ്ങല്ലൂർ അഴീക്കോട് വ്യാപക മോഷണം. ഷോപ്പിംഗ് കോംപ്ലക്സിലെയും വീടുകളിലെയും പമ്പിംഗ് മോട്ടോറുകൾ മോഷ്ടിച്ചു. മേനോൻ ബസാറിന് തെക്കുവശം ആലിഫ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ 5 മോട്ടോറുകളാണ് മോഷ്ടിച്ചത്. കെട്ടിടത്തിലെ ഫ്ളാറ്റുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന 3 മോട്ടോറുകളും സോൾട്ട് ആൻഡ് പെപ്പർ റെസ്റ്റോറൻറ്റിലെ 2 മോട്ടോറുകളുമാണ് കവർന്നത്. കെട്ടിടത്തിലെ CCTV ക്യാമറയും വൈദ്യുതി ഫ്യൂസും അഴിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. പരിസരത്തെ ചില വീടുകളിലും മോഷണ ശ്രമം നടന്നു. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു.
സർക്കാർ ആശുപത്രിയിലെ പ്രതിസന്ധിയെക്കുറിച്ച് മന്ത്രി സജി ചെറിയാന് തന്നെ പരസ്യമായി സമ്മതിക്കേണ്ടി വന്നുവെന്നും ഇവിടെ നല്ല ചികിത്സ ലഭിക്കുകയായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകേണ്ടി വരില്ലായിരുന്നുവെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ആശുപത്രിയിൽ നിന്നും മാറി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയില്ലായിരുന്നുവെങ്കിൽ തന്റെ ജീവൻ നഷ്ടമായേനെ എന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന ഗവൺമെന്റ് കൊട്ടിഘോഷിക്കുന്ന ഗുണഫലങ്ങൾ സർക്കാർ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നില്ല എന്നതിന് തെളിവാണ്. തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് തിരുത്തൽ വരുത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും മുഖ്യമന്ത്രി ആ ഡോക്ടറെ ശാസിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് ശ്രമിച്ചതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സർക്കാർ ആശുപത്രികളുടെ പ്രതിസന്ധി മന്ത്രി സജി ചെറിയാൻ തന്നെ പരസ്യമായിട്ട് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു. സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം തെളിവുകൾ ഒന്നൊന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് യൂറോളജിയുടെ ഡിപ്പാർട്ട്മെന്റ് തലവൻ ഹാരിസ് ഹസൻ അവിടുത്തെ ആശുപത്രിയുടെ ദയനീയ അവസ്ഥ വെളിപ്പെടുത്തിയത്. അതിനെ ഗവൺമെന്റ് തിരുത്തൽ വരുത്തുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ നിലപാട് മറിച്ചായിരുന്നു. മുഖ്യമന്ത്രി ആ ഡോക്ടറെ ശാസിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് ശ്രമിച്ചത്. കേരളത്തിന്റെ ആരോഗ്യരംഗം സുശക്തമാക്കാൻ ഏറ്റവും ആത്മാർത്ഥമായ പരിശ്രമം നടന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. കേരളത്തിൽ നല്ല ചികിത്സാ സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ചികിത്സ തേടുമല്ലോ. അപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ ചികിത്സാർത്ഥമുള്ള വിദേശയാത്രയും വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ സമ്മതിക്കുകയാണ്. കേരളത്തിന്റെ ആരോഗ്യരംഗം സുശക്തമാക്കാനുള്ള പ്രവർത്തനം നടന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. എല്ലാ ജില്ലയിലും ഓരോ മെഡിക്കൽ കോളേജ് എന്നതായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ലക്ഷ്യം. അതിനുള്ള എല്ലാ അനുമതിയും നൽകി. പക്ഷേ സംസ്ഥാന സർക്കാർ ആ പദ്ധതികളെല്ലാം അവഗണിക്കുകയാണെന്നും അതിനെതിരെയുള്ള ജനരോഷം ശക്തമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. TCV തൃശൂർ. കുന്നംകുളത്ത് 1.25 കിലോ കഞ്ചാവുമായി കാണിപ്പയ്യൂർ പുതുശ്ശേരി സ്വദേശികളെ കുന്നംകുളം എക്സൈസ് അറസ്റ്റ് ചെയ്തു. കാണിപ്പയ്യൂർ സ്വദേശി പുളിയാമ്പറമ്പിൽ വീട്ടിൽ മജോ, പുതുശ്ശേരി സ്വദേശി ചാലക്കൽ വീട്ടിൽ നിജിൽ എന്നിവരാണ് അറസ്റ്റിലായത്. മേഖലയിൽ പ്രതികൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളായി എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രതികളെ നിരീക്ഷിച്ചു. തുടർന്നാണ് ചൂണ്ടൽ സെന്ററിൽ നിന്ന് എക്സൈസ് സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ബൈക്ക് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. മുൻപും കഞ്ചാവുമായി പ്രതികൾ പിടിയിലായിട്ടുണ്ട്. കാലം ചെയ്ത കൽതായ സഭ മുൻ അധ്യക്ഷൻ ഡോക്ടർ മാർ അപ്രേമിന്റെ പൊതുദർശനം തുടരുന്നു. ഇന്നും നാളെയും തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയിൽ പൊതുദർശനമുണ്ടാകും. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേരാണ് മാർ അപ്രേമിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നത്. വ്യാഴാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. തുടർന്ന് നഗരി കാണിക്കൽ ചടങ്ങ് നടക്കും. ഉച്ചയ്ക്ക് 1-ന് മാർത്തമറിയം വലിയ പള്ളി അങ്കണത്തിലെ കുരുവിളയച്ചൻ പള്ളിയിലാണ് കബറടക്കം. എരുമപ്പെട്ടി അക്കിക്കാവ് റോഡിൽ തിപ്പിലശ്ശേരി സെന്ററിന് സമീപം പെട്ടിവണ്ടിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ തലക്കോട്ടുകര വീട്ടിൽ അജിത്ത്, തയ്യൂർ വട്ടംപറമ്പിൽ സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 10:30യോടെയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാർ റോഡരികിലെ കാനയിലേക്ക് വീണു. പരിക്കേറ്റവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള കോൺഗ്രസിന്റെ UDF പ്രവേശനം സംബന്ധിച്ച് ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല കക്ഷികളും UDFനോടൊപ്പം ഉണ്ടാകുമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസിന് UDFിലേക്ക് വരാൻ തടസ്സമുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. മുതിർന്ന നേതാക്കളെല്ലാം കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ഒരു വാതിലും അടച്ചിട്ടില്ലെന്നും ഏതൊക്കെ കക്ഷികളാണ് UDFനോടൊപ്പം വരാൻ പോകുന്നതെന്ന് ഇപ്പോൾ മാധ്യമങ്ങളോട് പറയാനാകില്ലെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. ആ തന്ത്രങ്ങളെല്ലാം നിങ്ങളടുത്ത് ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ല. എന്തായാലും വരുന്ന 2026 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFനോടൊപ്പം പല കക്ഷികളും എത്തിച്ചേരും. നിത്യോപയോഗ സാധനങ്ങൾക്ക് തീപിടിച്ച വിലയാണെന്നും വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ലെന്നും KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും ജില്ലയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിയും
KPCCയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നൽകുന്ന സമരസംഗമം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിലക്കയറ്റം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിഷ്ക്രിയമാണ്. സപ്ലൈകോ പ്രവർത്തിക്കുന്നില്ല. കാർഷിക മേഖല തകർന്നിരിക്കുന്നു. വന്യജീവി ആക്രമണം വാർത്തയല്ലാത്ത വിധം എല്ലാ ഭാഗത്തുനിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. തൊഴിലില്ലായ്മയും അതിരൂക്ഷമാണ്. റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ പോലും സമരം നടത്തേണ്ടി വരുന്നു. ആശാവർക്കർമാർ സമരം തുടങ്ങിയിട്ട് 4 മാസമായിട്ടും കേരള സർക്കാർ സമരത്തെ അവഗണിക്കുകയാണ്. ഇതേസമയം PSC ചെയർമാന്റെ ശമ്പളം 4,10,000 വർദ്ധിപ്പിച്ചു. ഹൈക്കോടതിയിൽ കേസ് വാദിക്കുന്ന വക്കീലന്മാർക്ക് പ്രതിമാസം 2.5 ലക്ഷമായി വർദ്ധിപ്പിച്ചു നൽകി. PR ഏജൻസിയുടെയും പ്രതിഫലം വർദ്ധിപ്പിച്ചു നൽകി. സർക്കാരിന് ആവശ്യമുള്ളവർക്ക് മാത്രം സഹായം ചെയ്യുകയും മറ്റുള്ളവരെ അവഗണിക്കുകയുമാണെന്നും അദ്ദേഹം പറഞ്ഞു. യുവതികളാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ മുൻപിൽ സമരം ചെയ്തത് എങ്കിൽ ആ സമരത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേരള സർക്കാർ തയ്യാറായിട്ടില്ല. ആശാവർക്കർമാരുടെ സമരം 4 മാസങ്ങളായി തിരുവനന്തപുരത്ത് ആ സമരം നടക്കുന്നു. കേരളത്തിലെ ഗവൺമെന്റ് ആ സമരത്തെ അവഗണിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ അതിന്റെ ചെയർമാന്റെ ശമ്പളം 4,10,000 വർദ്ധിപ്പിച്ചു. പിണറായി സർക്കാരിന്റെ ഒരു നടപടി അതായിരുന്നുവെങ്കിൽ സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് വാദിക്കുന്ന വക്കീലന്മാർക്ക് പ്രതിമാസ ശമ്പളം 2.5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു കൊടുത്തു. മുഖ്യമന്ത്രിയുടെ PR ഏജൻസിയുടെ പ്രതിഫലം കഴിഞ്ഞ മാസമാണ് വർദ്ധിപ്പിച്ചു നൽകിയത്. അപ്പൊ സർക്കാരിന് ആവശ്യമുള്ളവർക്ക് മാത്രം സഹായങ്ങൾ ചെയ്യുന്നു. പാവപ്പെട്ടവരെ പൂർണ്ണമായിട്ടും കേരള ഗവൺമെന്റ് അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ വിജയനെ സംരക്ഷിക്കാൻ നടത്തിയ ശ്രമമാണ് മാർക്സിസ്റ്റ് പാർട്ടി വീണ ജോർജിനെയും സംരക്ഷിക്കാൻ നടത്തുന്നതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, സനീഷ് കുമാർ ജോസഫ് എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ യാത്രാ ദുരിതം രൂക്ഷം. തൃശൂരിലേക്കുള്ള വാഹനങ്ങൾ വേലൂർ കുറാഞ്ചേരി വഴി തിരിഞ്ഞുപോകാൻ നിർദ്ദേശം. കേച്ചേരിയിൽ നിന്ന് തൃശൂരിലേക്ക് 17 കിലോമീറ്റർ ദൂരമാണുള്ളത്. എന്നാൽ കുറാഞ്ചേരി വഴി എത്താൻ 25 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കണം. മുതുവറയിലും പുഴയ്ക്കലിലും കുരുക്ക് രൂക്ഷമാണ്. പോലീസിനെ നിർത്തി ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും കുരുക്കഴിക്കാനാകുന്നില്ല. പൂങ്കുന്നം MLA റോഡിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. തൊഴിയൂരിൽ മദ്രസാധ്യാപകന്റെ ബൈക്ക് മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി ഉപയോഗിച്ചുകൊണ്ടിരുന്ന യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മന്ദലാംകുന്ന് വാഴപ്പള്ളി വീട്ടിൽ നബീലിനെയാണ് ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 45ഓളം CCTV ക്യാമറകളും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ കണ്ടെത്തിയത്. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാളെ മുടിക്കോട് സർവീസ് റോഡിൽ അധികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. തൃശൂർ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന വലിയ വാഹനങ്ങൾ ദേശീയപാത ഒഴിവാക്കി മണ്ണുത്തിയിൽ നിന്നും തിരിഞ്ഞ് തൃശൂർ വടക്കാഞ്ചേരി ഷൊർണൂർ വഴിയിലൂടെയും ചെറുവാഹനങ്ങൾ മണ്ണുത്തിയിൽ നിന്ന് തിരിഞ്ഞ് ചിറക്കേക്കോട്, താണിക്കോട്, പാണഞ്ചേരി, ചെമ്പൂത്ര വഴിയും പട്ടിക്കാടെത്തണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. സ്വകാര്യ ബസ് സമരം തീരമേഖലയിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കൊടുങ്ങല്ലൂർ ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്നും വിവിധ റൂട്ടുകളിൽ KSRTC പ്രത്യേക സർവീസുകൾ നടത്തി. കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് 6 ബസ്സുകളും വൈറ്റിലയിലേക്ക് 3 മാലിങ്കര വഴി 1 ബസ്സുമാണ് അധിക സർവീസ് നടത്തുന്നത്. തൃശൂർ ഇരിങ്ങാലക്കുട ഡിപ്പോകളിൽ നിന്നും KSRTC പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. എറണാകുളം ഗുരുവായൂർ റൂട്ടിൽ KSRTC പതുപോലെ സർവീസ് നടത്തി. എന്നാൽ ഗ്രാമീണ മേഖലയിലെ പൊതുഗതാഗതം പാടെ സ്തംഭിച്ചു. ബസ് സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും ഹാജർ നിലയിൽ കുറവുണ്ടായി. ബസ് സമരം ചാവക്കാട് പൂർണ്ണം. ബസ് പണിമുടക്ക് മൂലം നഗരത്തിൽ ചില കടകൾ തുറന്നു പ്രവർത്തിച്ചില്ല. സ്കൂളുകളിൽ ഹാജർ നില കുറവായിരുന്നു. പണിമുടക്ക് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കി.
60-ലേറെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന വരന്തരപ്പള്ളി കല്ലൂർ റൂട്ടിൽ ബസ് പണിമുടക്ക് യാത്രക്കാരെ വലച്ചു. തോട്ടം വനമേഖല ഉൾപ്പെടുന്ന പാലപ്പള്ളി ചിമ്മിനി ഡാം ഭാഗത്തുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെയാണ് ബസ് പണിമുടക്ക് ബാധിച്ചത്. സ്വകാര്യ ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്ന വരന്തരപ്പള്ളി റൂട്ടിൽ പുതുക്കാട് ഡിപ്പോയിൽ നിന്ന് 3 KSRTC ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നത് യാത്രക്കാർക്ക് പ്രയോജനമായില്ലെന്നാണ് ആക്ഷേപം. ബസ് പണിമുടക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടും പകരമായ KSRTC ബസ്സുകൾ ഓടുമെന്ന് അറിയിപ്പ് നൽകിയിരുന്നില്ല. പണിമുടക്കാണെന്നറിഞ്ഞതോടെ സ്ഥിരം യാത്രക്കാർ സ്വകാര്യ വാഹനങ്ങളെയാണ് ആശ്രയിച്ചത്. തൃപ്രയാറിലും പണിമുടക്ക് പൂർണ്ണം. കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഭാഗമല്ലാത്ത കിരൺ കമ്പനിയുടെ ബസ്സുകൾ പതിവ് പോലെ സർവീസ് നടത്തി. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലും തൃപ്രയാറിൽ നിന്ന് കാഞ്ഞാട് വഴി തൃശൂരിലേക്കും KSRTC സർവീസ് ഏർപ്പെടുത്തിയിരുന്നു. ബസ് പണിമുടക്കിനെ തുടർന്ന് കുന്നംകുളം മേഖലയിൽ യാത്രക്കാർ ദുരിതത്തിലായി. സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ നിരത്തിൽ ഇറങ്ങിയില്ല. KSRTC ബസ്സുകളെയാണ് യാത്രയ്ക്കായി ജനം ആശ്രയിച്ചത്. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ ദേശാടന പക്ഷിയെ അവശനിലയിൽ കണ്ടെത്തി. ചുവന്ന കൊക്കുള്ള ട്രോപ്പിക് പക്ഷി എന്നറിയപ്പെടുന്ന ഫേത്തോൺ എതേറിയസ് ഇനത്തിൽപ്പെട്ട പക്ഷിയാണ് കണ്ടെത്തിയത്. മുനയ്ക്കൽ ബീച്ചിൽ പ്രഭാത സവാരിക്കെത്തിയവരാണ് പക്ഷിയെ കണ്ടത്. പറക്കാനാകാതെ തളർന്നിരിക്കുകയായിരുന്ന പക്ഷിയെ ഇവർ ബീച്ചിലെ വാച്ച്മാനെ ഏൽപ്പിച്ചു. അനിമൽ റെസ്ക്യൂവറായ താഹിർ അഴീക്കോട് പക്ഷിയെ ഏറ്റെടുത്തു. ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം പക്ഷിയെ വിട്ടയക്കുമെന്ന് താഹിർ പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രം ഉൾപ്പെടെയുള്ള ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലാണ് ട്രോപ്പിക് പക്ഷികളെ കാണുന്നത്. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി ഡിവിഷൻ പരിധിയിലെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകൾക്ക് മുന്നിൽ യോഗം നടത്തി. വടക്കാഞ്ചേരി ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടന്ന യോഗം ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ദേശീയ സെക്രട്ടറി C. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷണൽ സെക്രട്ടറി KS സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. NT ബേബി, K. രമ്യ, KV ജോസ് എന്നിവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണ സമാപനവും IV ദാസ് അനുസ്മരണവും സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് TJ ബേബി അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ, EH സഹീർ, ഹക്കീം കളിപ്പറമ്പിൽ, വായനശാല സെക്രട്ടറി KV ഷാജു എന്നിവർ സംസാരിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണ പരിപാടികൾ സമാപിച്ചു. മുല്ലശ്ശേരിയിൽ നടന്ന സമാപന യോഗം സാംസ്കാരിക പ്രവർത്തകൻ TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. കൗൺസിൽ പ്രസിഡന്റ് KP വിനോദ് അധ്യക്ഷത വഹിച്ചു. ശ്രീജിത്ത് അരിയല്ലൂർ, KP ആലി, KA വിശ്വംഭരൻ, PG സുബിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടന്നു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് VK തോമസ് അധ്യക്ഷത വഹിച്ചു. വിപിൻ വാടേരിയാട്ടിൽ, KG പോൾസൺ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ഇളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 9ാം വാർഡിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബ സംഗമം KPCC മീഡിയ പാനലിസ്റ്റ് VR അനൂപ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ, വർഗീസ് മാനത്തിൽ, പ്രസാദ് പണിക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡയാലിസിസിന് വിധേയരാകുന്ന നിർധന രോഗികൾക്ക് വേണ്ടി ആക്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് സൗജന്യ ആംബുലൻസ് സർവീസ് ആരംഭിക്കുന്നു. ആക്സ് സ്ഥാപിതമായതിന്റെ രജത ജൂബിലിയുടെ ഭാഗമായാണ് പുതിയ സേവനത്തിന് തുടക്കം കുറിക്കുന്നത്. ആക്സ് രക്ഷാധികാരി അജിത് കുമാർ മല്ലയ്യ, ബ്രാഞ്ച് പ്രസിഡന്റ് VV ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് PM അബൂബക്കർ, V അനിരുദ്ധൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തുരുത്തി പരിശുദ്ധ കർമ്മലനാഥ ഫൊറോന ദേവാലയത്തിൽ കർമ്മല മാതാവിൻ്റെയും സഹമധ്യസ്ഥനായ വിൻസെന്റ് D. പോളിൻ്റെയും ഊട്ടുതിരുനാൾ ഈ മാസം 20-ന് ആഘോഷിക്കും. വെള്ളിയാഴ്ച ഫാദർ പയസ് ചിറപ്പണത്ത് കൊടിയേറ്റം നിർവഹിക്കും. തിരുനാൾ ദിനമായ ജൂലൈ 20-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലേപ്പുറം മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 9 മുതൽ നേർച്ചകൂട്ടുണ്ടായിരിക്കും. ഇടവക വികാരി ഫാദർ ജോഷി പാലിയേക്കര, കൈക്കാരന്മാരായ വർഗീസ് ചാലിശ്ശേരി, ഫിലിപ്പ് മീൻപറമ്പിൽ, ജനറൽ കൺവീനർ ലിജോ മാളിയേക്കൽ, പബ്ലിസിറ്റി കൺവീനർ സൈമൺ ചെറിയത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് റെയിൽവേ ജീവനക്കാരും പെൻഷനേഴ്സും സംയുക്തമായ മാർച്ചും പൊതുയോഗവും നടത്തി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിന് ശേഷം നടന്ന പൊതുയോഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. PG വാസുദേവൻ അധ്യക്ഷനായി. CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ, PR ഗോപാലകൃഷ്ണൻ, K കൃഷ്ണൻകുട്ടി, നിക്സൺ ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റ് പരിയാരം ഫോറസ്റ്റ് റേഞ്ചിന്റെ സഹകരണത്തോടെ വനമഹോത്സവം സംഘടിപ്പിച്ചു. ഉരുൾപൊട്ടലിൽ തകർന്ന കൊന്നക്കുഴി ചാട്ടുകല്ലുന്തറ വനമേഖലയിൽ NSS വളണ്ടിയർമാർ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ സാമുവൽ വർഗീസ്, ഫോറസ്റ്റ് ഓഫീസർമാരായ ബിബിൻ, ജിഷോർ, ജൈനി, സാജു എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭ ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ഓഡിറ്റോറിയം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫോറസ്ട്രി ക്ലബിന്റെ നേതൃത്വത്തിൽ വനമഹോത്സവം ആഘോഷിച്ചു. മാനേജർ ഫാദർ ബെഞ്ചമിൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OSC, അഡ്വക്കേറ്റ് മാത്യു ചാക്കപ്പൻ, ആൻഡ്രിയ റോജൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വിവിധ മേഖലകളിലെ അവാർഡ് ജേതാക്കളെ ആദരിക്കുന്ന മുന്നോട്ട് 2025 സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷാദേവി, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി, കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ മാസം നമ്മൾ കൊടുത്തിരുന്നു. അതിന്റെ എടത്തുരുത്തി പഞ്ചായത്ത് കൃഷിഭവൻ, കുടുംബശ്രീ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PR നിഖിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ KA മേഘ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK ഫൽഗുനൻ, നവമി പ്രസാദ്, VK ജ്യോതിപ്രകാശ്, ഡോക്ടർ KB സജു തുടങ്ങിയവർ സംസാരിച്ചു. തൈകളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത് ജനങ്ങളിലേക്ക് വിതരണം ചെയ്തുകൊണ്ട് നമ്മുടെ കാർഷിക കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് സ്പെഷ്യൽ കൺവെൻഷൻ ചേർന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS ജോർജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു. VS ഗോവിന്ദസ്വാമി, MM രഘുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബസ് ഉടമകൾ. പണിമുടക്കിൽ വലഞ്ഞ് ജനം. ജില്ലയിലെ കടൽത്തീരത്ത് ഡോൾഫിനുകൾ ചത്തുപൊങ്ങിയത് കൊച്ചി കപ്പലപകടത്തെ തുടർന്നുള്ള രാസമാലിന്യങ്ങൾ മൂലമാണെന്ന് സംശയിച്ചു വനം വകുപ്പ്. ചാലക്കുടി DFO സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് ഡയറക്ടർക്ക് കത്തയച്ചു. ഗുരുവായൂർ നഗരസഭ ആയുർവേദ ആശുപത്രിയിൽ മതിയായ ജീവനക്കാരില്ല. രോഗികളുടെ ചികിത്സ മുടങ്ങുന്നതായി പരാതി. കൊടകര കടമ്പോട് മേഖലയിൽ മിന്നൽ ചുഴലി. വീടിന്റെ ട്രസ് തകർന്നു. ഗൃഹനാഥൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ അഴീക്കോട് വ്യാപക മോഷണം. ഷോപ്പിംഗ് കോംപ്ലക്സിലെയും വീടുകളിലെയും പമ്പിംഗ് മോട്ടോറുകൾ കവർന്നു. കെട്ടിടത്തിലെ CCTV ക്യാമറകൾ മോഷ്ടാക്കൾ അഴിച്ചുകൊണ്ടുപോയി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.